കെയും അഭിജിത്ത് ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. അഭിജിത്ത് അവിടെ ഷീഡ്യൂളിലുണ്ടല്ലോ. ഇന്നലെയും നമ്മൾ സംസാരിച്ചിരുന്നു. അഭിജിത്ത് ഇപ്പോൾ എവിടെയാണല്ലോ? രക്ഷാദൗത്യം നടക്കുന്ന സ്പോട്ടിലാണോ അതോ മറ്റെവിടെയെങ്കിലും? ഞങ്ങളിതാ രക്ഷാദൗത്യം നടക്കുന്ന സ്പോട്ടിൽ ഇത്രയും നേരം കോഴിക്കോടിന്റെ MP ശ്രീ എം രാഘവനെ ഞങ്ങൾ ആദ്യം വിളിച്ചിരുന്നു. അതെ രാഘവനെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം നിലവിൽ MLA കാണാൻ വേണ്ടി തൊട്ടുപുറത്ത് MLA ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. രണ്ട് കാര്യം, ഒരു സാധ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അവിടെ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ കുറച്ചുകൂടി ഇപ്പൊ നമ്മളൊക്കെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ശ്രീ MK രാഘവൻ അദ്ദേഹത്തിന് ഇന്ന് പാർലമെന്റ് സെഷൻ ആരംഭിച്ചിട്ട് പോലും ഇന്ന് അതിന് പങ്കെടുക്കാൻ അദ്ദേഹം അർജുനെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താൻ ഇനി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയാണ് ഇന്ന് പാർലമെന്റ് പോലും പങ്കെടുക്കാതെ ഇവിടെ നിൽക്കുന്നത്. കാര്യം കൃത്യമായ ഏകോപനമടക്കം രാഘവേട്ടനടക്കം ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ മെഷീനറീസും ഇവിടെ ഒന്നിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നെങ്കിലും അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ഇപ്പം രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോ സാഹചര്യം മാറിയിട്ടുണ്ട്, അനുകൂല ആണ്. പക്ഷെ എപ്പോഴാണ് മാറുക എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എല്ലാ രീതിയിലും ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കൊരു അർജുനെ കാണാമെന്ന് കണ്ടെത്താൻ നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അഭിജിത്തെ, ഈ ഒരു സംശയം നിലനിൽക്കുന്നത്, ഇന്നലെ ഞാൻ ആദ്യം രാഘവൻ എംപിയോട് ചോദിച്ചിരുന്നു, ഈ റവന്യൂ മന്ത്രി അത്തരമൊരു പരാമർശം നടത്തിയത് എന്തുകൊണ്ടായിരിക്കാമെന്ന്. റോഡിൽ ലോറി ഇല്ല എന്നുള്ള സ്ഥിരീകരണം നൽകിയത് എങ്ങനെയാണ് ഔദ്യോഗികമായിട്ട്? എന്താണ് ഈ ബന്ധപ്പെട്ടപ്പോൾ അഭിജിത്തിന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? നോക്കൂ, ഇവിടെ കുറച്ചുകൂടി മണ്ണാണ് ഇവിടെ നിന്ന് മാറ്റാനുള്ളത്. അദ്ദേഹത്തിന് ആ രീതിയിൽ ഇപ്പൊ ഒരു മണ്ണ് എന്ന് ഒരു പ്രദേശത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രദേശത്തിന്റെ പല ഹിറ്റാച്ചി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് അതിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ കൂടി പ്രവർത്തിച്ച് ചില മണ്ണുകളൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴൊരു സാധ്യത നോക്കൂ, ഒരു മലയൊന്നാകെ ഒലിച്ചിറങ്ങുകയാണ്. ആ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് ആ മേഖലയിലെ ഒന്നിച്ച് മലയൊന്നായി നിങ്ങൾ വിഷ്വലടക്കം കാണാമല്ലോ, ഒന്നിച്ച് മലയടക്കം പോകും. അവിടെ ഒരു ആയിരുന്നു ആണെങ്കിൽ അത് ഇതിനോടകം കണ്ടെത്തേണ്ട സാഹചര്യമാണ്. പക്ഷെ ഈ സമയം വരെ അത് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയുള്ള നിഗമനങ്ങളിൽ നിന്നല്ല എന്തെങ്കിലും ആയിരിക്കാം ബഹുമാനപ്പെട്ട മന്ത്രി അത്തരം ഒരു കാര്യം സൂചിപ്പിച്ചത്. എന്തായാലും അവര് നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഒന്നടങ്കം ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇന്നലെ ആർമി അടങ്ങുന്ന സംഘം എത്തി. ആർമി വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവൻ MP-യുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലടക്കം ആർമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി, കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായി. ഒടുവിൽ കർണാടക ഗവൺമെന്റ് ആർമിയെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് നമ്മളൊരു ഈ കാര്യങ്ങളൊക്കെ വിദഗ്ധനായിട്ട് റിട്ടയർഡ് കേണൽ ഡിന്നിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഡിന്നി പറഞ്ഞത് ഇന്നലെ വന്ന സംഘങ്ങൾക്ക് നൽകിയ റിക്വസ്റ്റ് പ്രകാരം മാത്രമുള്ള സൗകര്യങ്ങളെ അവർ കൊണ്ടുവരികയുള്ളൂ. നമുക്ക് എന്താണ് റിക്വസ്റ്റ് എന്നുള്ളത് അനുസരിച്ചാണ് ആർമിയുടെ ഓപ്പറേഷൻ. അപ്പോൾ ഇത്രമാത്രം ഡീപ്ലി പെനട്രേറ്റ് ചെയ്യുന്ന റഡാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഡിറ്റക്ടറുകളോ കൊണ്ടുവരണമെങ്കിൽ അത് മുൻകൂട്ടി അറിയിച്ചാൽ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഈ കർണാടക സർക്കാർ നൽകിയ റിക്വസ്റ്റ് അതിൽ എത്രമാത്രമായിരുന്നു? മണ്ണ് മാറ്റുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണോ നൽകിയത്? അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാമോ അഭിജിത്തിന്? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. നമുക്കറിയാലോ, ഇതൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഇപ്പം കർണാടക മാത്രമല്ല, കർണാടകവും കേരളവും മാത്രമല്ല, ഇന്ത്യയുടെ ഭരണകൂടം അടക്കം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു കഴിഞ്ഞ 7 ദിവസമായിട്ട് സംഭവിച്ച ഒരു ലാൻഡ് സ്ലൈഡിങ്. അത് ചെറിയ ലാൻഡ് സ്ലൈഡിങ് അല്ല, വലിയ രീതിയിൽ കാഷ്വാലിറ്റി അടക്കം ഉണ്ടായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡിങ്. കൃത്യമായിട്ട് എല്ലാ സംവിധാനങ്ങൾക്കും അറിയാമല്ലോ. രണ്ടാമത്തെ ദിവസം തന്നെ നേവി എത്തിയല്ലോ. രണ്ടാമത്തെ ദിവസം തന്നെ നേവി ഇവിടെ എത്തിയിട്ടുണ്ട്. മിലിറ്ററിക്ക് എല്ലാ കാര്യങ്ങളും മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കമ്മ്യൂണിക്കേഷൻ കർണാടക ഗവൺമെന്റ് കൊടുത്തു എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവര് സ്വാഭാവികമായിട്ട് ഇപ്പൊ ചില മെഷീനറീസ് ഒക്കെ എത്തിക്കാൻ വേണ്ടി അതിന്റെ സമയം ഉണ്ടായേക്കാം. അതിനെപ്പറ്റി ഞാൻ ആധികാരികമായ കാര്യങ്ങളൊക്കെ പറയേണ്ടുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമാണ്. നമ്മൾ അതിൽ ആധികാരികമായി പറയാൻ ആളുകളല്ല. എങ്കിൽ പോലും കർണാടക ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നേവി 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തിയ ഇന്ത്യൻ നേവി ഇന്നലെ തൊട്ട് ഇന്ത്യൻ ആർമി കൂടി ആ ദൗത്യത്തിൽ പങ്കാളികളായത്. അവരുടെ മെഷീനറീസ് ഉണ്ടാവും. അവരുടെ മെഷീനറീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ ആധികാരികമായിട്ട് അവരാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങൾ പറയേണ്ടത് ഇന്ത്യൻ ആർമിയാണ്. അഭിജിത്ത്, ഈ നമ്മളിങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കാര്യം, ഇന്ന് രാവിലെയൊക്കെ അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ ഒക്കെ വാക്കുകൾ കേട്ടിട്ട് ഹൃദയം തകർന്നു പോയി. ഇന്നലെ വരെ അവർ വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അവർ ആ പ്രതീക്ഷ പോലും കൈവിടുന്ന സാഹചര്യമാണ്. നോക്കൂ, ആ കുടുംബത്തിന്റെ വൈകാരികത, അവരുടെ വികാരം അവരെക്കാൾ നമ്മളൊക്കെ ഉൾക്കൊള്ളാണ്. ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ, ആ കുഞ്ഞിന്റെ, ഭാര്യയുടെ, അമ്മയുടെ
അച്ഛന്റെ ഒക്കെ വാക്കുകൾ കേട്ട് ആ പ്രയാസത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ മെനയാന്ന് രാത്രി ശ്രീ MK രാഘവൻ MP ഇങ്ങോട്ട് തിരിച്ച് അതിന്റെ കൂടെ അദ്ദേഹം കുടുംബത്തിൽ പോയി അവരൊക്കെ കണ്ടു എന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അവരുടെ വിഷമം മാറ്റാൻ സാധ്യമായത് എന്താണോ അത് ഉൾക്കൊണ്ടാണ് ഇവിടെ ഇരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പാർലമെന്റിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന MK രാഘവൻ ഇന്നലെയും ഇന്നുമായി ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാരണവശാൽ ആ അർജുനെ കണ്ടെത്താൻ ഏതെങ്കിലും കാരണവശാൽ സാധിക്കുമെങ്കിൽ അതിന്റെ ഒടുവിലത്തെ ഇടപെടലും നടത്താൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വികാരത്തിനൊപ്പം തന്നെയാണ്, കുടുംബത്തിന്റെ വികാരത്തിനൊപ്പം തന്നെയാണ്. നമ്മളൊക്കെ മനുഷ്യരാണുള്ളത്. ആധുനികമായ ഒരു മാനുഷിക വിഷയമാണ്. എങ്ങനെയെങ്കിലും ആ ചെറുപ്പക്കാരനെ കണ്ടെത്തണം. ആ കുടുംബത്തിന്റെ കണ്ണീര് നമുക്ക് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ സിദ്ധരാമയ്യയുമായി രാഘവേട്ടൻ കൂടിക്കാഴ്ച നടത്തി. 3 മന്ത്രിമാർ ആ യോഗത്തിലുണ്ടായിരുന്നു. എല്ലാം സാധ്യമായത് എന്താണോ അതെല്ലാം ചെയ്യാൻ നടക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ CM ഇന്നലെ വെച്ച് മുഖ്യമന്ത്രി ഇവിടേക്ക് വരികയാണ്. 3 മന്ത്രിമാരടങ്ങുന്ന ആളുകൾ ഇന്നും ഇവിടെ മന്ത്രി ഇവിടെ ഉണ്ട്. കാർവാറിൽ മന്ത്രി അടക്കമുള്ള ചുമതലയുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ കോടുന്നുണ്ട്. മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ തലത്തിൽ മീറ്റിംഗ് അടക്കം വിളിച്ചു ഈ വിഷയത്തിന്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുകയും അതേസമയം തന്നെ ഇന്ത്യൻ ആർമിയുടെയും പരിശോധനകളും തിരച്ചിലുകളും രക്ഷാദൌത്യവും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന്. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള, ഞാൻ ഇപ്പോഴും പറയുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളുടെയും ഇന്നത്തെയും മെനിയാന്നും ഒക്കെ നടക്കുന്ന ചർച്ചകളിൽ ഇവിടെ എന്താണ് അറിയാതെ അഭിപ്രായം പറയുന്ന ചില ആളുകളുണ്ട്. ഇവിടെ വന്നിട്ടില്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ടില്ല. ഇതൊന്നും ചർച്ചകളിലൊക്കെ കാരണം 10-20 മനുഷ്യരുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ എവിടെ നിന്നാണ് ഇത്തരം ഡാറ്റകൾ കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകൾ അത് അവസാനിപ്പിക്കണമെന്ന് അവരോട് സൂചിപ്പിക്കുകയാണ്. അതേസമയം തന്നെ മാധ്യമങ്ങളടക്കമുള്ള ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടത്തുന്ന ഇടപെടലുകളെ ഒക്കെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊക്കെ ഇവിടെ ഉള്ളത് നോക്കൂ, നമ്മളൊക്കെ രീതിയിൽ കണ്ടെത്തണം. ആ കുടുംബത്തിന്റെ സഹോദരിയുടെ, ഭാര്യയുടെ, അമ്മയുടെ, അച്ഛന്റെ ഒക്കെ കണ്ണീര് തുടയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്നതുകൊണ്ടാണ് ഇന്നെങ്കിലും അതിന് സാധിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് അഭിജിത്ത് പ്രതീക്ഷിക്കുന്നത്. അഭിജിത്ത്, അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. എന്നാലും ഒരു നന്ദി. നമുക്ക് വീണ്ടും ഞാൻ വിളിക്കും, അപ്പോൾ പ്രതികരിക്കണം. താങ്ക് യു സോ മച്ച്. അഭിജിത്ത് അവിടെ തുടരുന്നുണ്ട്. ഷിരൂരിൽ രക്ഷാദൌത്യം നടക്കുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ അഭിജിത്ത് സംസാരിച്ചത്. തൊട്ടും അവിടെ ഉണ്ടായിരുന്നു. അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് നമ്മളെല്ലാവരും. അവരെക്കാൾ കൂടുതൽ വൈകാരികമാകുന്നു പലപ്പോഴും കേരള സമൂഹമെന്ന് തോന്നിപ്പോവുകയും ചെയ്യുകയാണ്. ഈ അബദ്ധ സംസാരങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്തുകയും ചെയ്യാം. അർജുന് വേണ്ടി കൈകോർത്ത് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാദൌത്യത്തിൽ നമുക്ക് പങ്കാളികളാകാം. രക്ഷാദൌത്യം അത് പുരോഗമിക്കുകയാണ്. ഷിരൂരിൽ 7ാം ദിവസമാണ്